പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന് CBI. സിദ്ധാർത്ഥൻ ക്രൂരമായ ശാരീരിക ആക്രമണവും അപമാനവും നേരിട്ടുവെന്നും CBI പറയുന്നു. അടിവസ്ത്രത്തിൽ നിർത്തി അപമാനിച്ചുവെന്നും അന്തിമ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എന്തായാലും വിശദമായ പരിശോധനകൾക്ക് അന്വേഷണത്തിനൊടുവിൽ അന്തിമ റിപ്പോർട്ട് വളരെ പെട്ടെന്ന് വന്നൊരു സാഹചര്യമാണ്. റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? തീർച്ചയായും പ്രതികൾക്ക് എതിരെയുള്ള തെളിവുകൾ ശേഖരിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡൽഹി എയിംസിലേക്ക് അയച്ചുവെന്ന് CBI പറയുമ്പോൾ ഇത് മരണമാണോ കൊലപാതകമാണോ എന്നുള്ള വിഷയത്തിൽ കൂടി ഇനിയൊരു ക്ലാരിറ്റി വരും എന്നുള്ളതാണ്. ലക്ഷ്മി, പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഈ പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രാഥമിക കുറ്റപത്രത്തിൽ CBI ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ പ്രതികൾ ഹൈക്കോടതിയിൽ ജാമ്യ ഹർജികൾ നൽകിയിരുന്നു. ഈ ജാമ്യ ഹർജികൾ പരിഗണിക്കവേ കോടതി ഈ പ്രാഥമിക കുറ്റപത്രം ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ കുറ്റപത്രത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഉള്ളത്. സിദ്ധാർത്ഥൻ നേരിട്ടത് അതിക്രൂരമായിട്ടുള്ള ശാരീരിക ആക്രമണവും അതോടൊപ്പം തന്നെ അപമാനവുമാണ്. ബെൽറ്റ് വെച്ചും കേബിൾ വെച്ചും സിദ്ധാർത്ഥനെ പ്രതികൾ 19 പേരും ചേർന്ന് ശാരീരികമായിട്ട് അടിക്കുകയും ചവിട്ടുകയും നിലത്തിട്ട് തൊഴിക്കുകയും ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് തൂങ്ങിമരണം ആണെന്നാണ്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം സമയത്തെടുത്ത ഫോട്ടോഗ്രാഫുകളും മറ്റ് വിശദാംശങ്ങളും ഒക്കെ തന്നെ ഡൽഹി എയിംസിലേക്ക് അയച്ചിട്ടുണ്ട്. മെഡിക്കൽ ബോർഡ് കൂടിക്കൊണ്ട് വിദഗ്ധ അഭിപ്രായത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ചെയ്തതെന്നാണ് CBI ഈ പ്രാഥമിക കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങിമരണമെന്ന് പറയുന്നുണ്ടെങ്കിലും രണ്ടാമതൊരു വിദഗ്ധ അഭിപ്രായം കൂടി വേണമെന്നുള്ള നിലപാടും ഈ പ്രാഥമിക കുറ്റപത്രത്തിൽ അല്ലെങ്കിൽ അന്തിമ റിപ്പോർട്ടിൽ CBI എടുത്തു പറയുന്നുണ്ട്. അടിവസ്ത്രത്തിൽ നിർത്തി സിദ്ധാർത്ഥനെ വലിയ രീതിയിൽ അപമാനിച്ചു. മാത്രവുമല്ല, ഈ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സഹായം സിദ്ധാർത്ഥന് പ്രതികൾ നിഷേധിച്ച ഒരു സാഹചര്യമുണ്ട്. കൃത്യമായിട്ട് ഉള്ള ഒരു ക്രിമിനൽ ഗൂഢാലോചന പ്രതികളുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ഈ സിദ്ധാർത്ഥൻ വീട്ടിലേക്ക് പോയ സമയത്ത് ഭീഷണിപ്പെടുത്തിയാണ് സിദ്ധാർത്ഥനെ തിരികെ കൊണ്ടുവരികയും പിന്നീട് ശാരീരികമായിട്ട് വലിയ രീതിയിൽ ആക്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ശാരീരികമായിട്ടുള്ള ആക്രമണവും അതോടൊപ്പം തന്നെ അപമാനവുമാണ്. അതായത് അർദ്ധനഗ്നനായി നിർത്തിക്കൊണ്ടുള്ള ശാരീരികമായിട്ട് ഏറ്റ ആക്രമണം, അതോടൊപ്പം തന്നെ നേരിടേണ്ടി വന്ന അപമാനം, ഇതൊക്കെ തന്നെയാണ് സിദ്ധാർത്ഥനെ മരണത്തിലേക്ക് നയിച്ചത്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തൂങ്ങിമരണമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും വിദഗ്ധമായിട്ടുള്ള ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ വേണമെന്നും CBI എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. 19 പേരാണ് CBI നൽകിയിട്ടുള്ള അന്തിമ റിപ്പോർട്ടിൽ ആരോപിക്കപ്പെടുന്ന പ്രതികൾ. എന്തായാലും പ്രതികളെല്ലാം ഈ ഗൂഢാലോചന നടത്തുകയും സിദ്ധാർത്ഥനെ അതിക്രൂരമായിട്ട് ആക്രമിക്കുകയും ചെയ്തുവെന്നാണ് CBI എടുത്തു പറഞ്ഞിട്ടുള്ളത്. പ്രതികളുടെ ഭാഗം നേരത്തെ ഹൈക്കോടതി കേട്ടിരുന്നു. അതിൽ പ്രതികൾ പറയുന്നത് 60 ദിവസമായിട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ജാമ്യം നൽകണമെന്നുള്ളതായിരുന്നു പ്രതിഭാഗം ഹൈക്കോടതിയിൽ. രേഷ്മ, അതാണ് കാരണം അടിയന്തരമായി വാദം കേൾക്കണമെന്നൊക്കെ രേഷ്മ ഇപ്പോൾ പറഞ്ഞ ആ സാഹചര്യത്തിൽ പ്രതിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം 60 ദിവസത്തിലേറെ റിമാൻഡിൽ കഴിയുകയാണെന്ന് പറഞ്ഞെങ്കിലും അത് കോടതി ഇത്തരത്തിൽ കുറ്റപത്രം ഹാജരാക്കാൻ CBIയോട് പറഞ്ഞതിന് ശേഷമാണ് ഈ മാസം 10ലേക്ക് അത് മാറ്റിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് നിർണായകമായി CBIയുടെ കണ്ടെത്തലുകൾ റിപ്പോർട്ട് വന്നത് എന്നുള്ളതാണ്. ഇനി ജാമ്യ ഹർജി കോടതി പരിഗണിക്കുമ്പോൾ നിലപാട് എന്താകും എന്നുള്ളതാണ് ഇനി ആകാംക്ഷയോടെ നോക്കിക്കാണേണ്ടത്. ലക്ഷ്മി, നേരത്തെ തന്നെ ഈ ഹർജികൾ പരിഗണിച്ച വേളയിൽ CBI തങ്ങളുടെ നിലപാട് ശക്തമായിട്ട് കോടതി അറിയിച്ചിരുന്നു. അതായത് ഈ പ്രതികൾ നടത്തിയിട്ടുള്ളത് വെറും ഒരു കുറ്റകൃത്യമല്ല, മറിച്ച് ശാരീരികമായിട്ട് അതിക്രൂരമായിട്ട് സിദ്ധാർത്ഥനെ അവർ ആക്രമിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ കേസിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് പ്രതികൾക്ക് ആർക്കും ജാമ്യം നൽകരുത്. മാത്രമല്ല, ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികളൊക്കെ തന്നെ ഈ പ്രതികളുടെ സഹപാഠികളാണ്. അതുകൊണ്ട് തന്നെ സാക്ഷികളെ സ്വാധീനിച്ചുകൊണ്ട് തെളിവുകൾ നശിപ്പിക്കുവാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്നുള്ളതായിരുന്നു. എന്തായാലും ഹൈക്കോടതി ഈ പ്രാഥമിക കുറ്റപത്രം കൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും ഇനി ഈ ജാമ്യ ഹർജികളിന്മേൽ 10-ാം തീയതി, അതായത് വെള്ളിയാഴ്ച, ഒരു തീരുമാനം കൈക്കൊള്ളുക. എന്തായാലും ഫെബ്രുവരി 16 രാത്രി 9:30 ആരംഭിച്ച ആക്രമണം, അപമാനിക്കൽ, ഉപദ്രവിക്കൽ എന്നിവ ഫെബ്രുവരി 17 പുലർച്ചെ 1 മണിവരെ നീണ്ടു എന്നുള്ളതാണ് ഈ പ്രാഥമിക കുറ്റപത്രത്തിൽ CBI പറഞ്ഞിട്ടുള്ളത്. സിദ്ധാർത്ഥൻ നേരിട്ട അപമാനവും ശാരീരിക ആക്രമണവും
അതിക്രൂരമാണെന്നും അതുകൊണ്ട് തന്നെ പ്രതികൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ അത് കണക്കിലെടുത്തുകൊണ്ട് ജാമ്യ ഹർജി അല്ലെങ്കിൽ അത് ജാമ്യം അനുവദിക്കരുത് എന്നുള്ള നിലപാടും CBI സ്വീകരിച്ചിട്ടുണ്ട്. എന്നാലും ഈ പ്രാഥമിക കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിലാണ് പുറത്തു വരുന്നത്. നേരത്തെ കീഴ്ക്കോടതിയിൽ ഈ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. എന്നാലും ഹൈക്കോടതി ഈ കുറ്റപത്രത്തിന്റെ പകർപ്പുകൾ നിലവിൽ പ്രതിഭാഗത്തിന് നൽകുവാനായിട്ടുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം കൂടി പുറപ്പെടുവിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. രേഷ്മ, നമുക്കറിയാം ഈ ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ നീതി ലഭിക്കില്ല എന്ന സിദ്ധാർത്ഥന്റെ കുടുംബം, അതുകൊണ്ടാണല്ലോ CBI അന്വേഷണമെന്ന് ആവശ്യം ശക്തമായി മുന്നോട്ട് വെച്ചത്. സിദ്ധാർത്ഥനും കുടുംബത്തിനും നീതി ലഭ്യമാകണമെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷിച്ചേ പറ്റൂ. അത് പൊതുസമൂഹത്തിന്റെ മനസ്സിലുള്ളത് തന്നെയായിരുന്നു. ചടുലമായ നീക്കങ്ങൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, പെട്ടെന്നുള്ള അന്വേഷണ പുരോഗതി അതൊക്കെ വലിയ ആശ്വാസം കൊടുക്കുന്നുണ്ട് സിദ്ധാർത്ഥന്റെ കുടുംബത്തിനും എന്നുള്ളത് കൃത്യമായി നമുക്കത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ കൊലപാതകമാണോ എന്ന് ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല എങ്കിൽ കൂടി ആ സംശയങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നതല്ലേ? കാരണം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡൽഹി എയിംസിൽ അയച്ചിട്ടുണ്ട് എന്നുള്ള CBIയുടെ ആ ഒരു നീക്കം. തീർച്ചയായിട്ടും രണ്ടാമതൊരു വിദഗ്ധ അഭിപ്രായം ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ് CBIയുടെ നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്തെ വീഡിയോ ദൃശ്യങ്ങളടക്കം എയിംസിലേക്ക് അയച്ചുകൊണ്ട് അവിടുത്തെ മെഡിക്കൽ ബോർഡിന്റെ വിദഗ്ധ അഭിപ്രായം CBI തേടിയിരിക്കുന്നത്. ആ രണ്ടാമതൊരു അഭിപ്രായത്തിന് കൂടി തങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ കാത്തിരിക്കുകയാണ് എന്നും ഈ പ്രാഥമിക കുറ്റപത്രത്തിൽ CBI എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. പൊതുവിചാരണയ്ക്കാണ് സിദ്ധാർത്ഥൻ വിധേയനായത്. മാത്രമല്ല മണിക്കൂറുകളോളം, അതായത് ശാരീരികമായിട്ട് ഇത്രയേറെ ഉപദ്രവം ഏൽപ്പിച്ച സമയത്ത് തന്നെ മണിക്കൂറുകളോളം വൈദ്യസഹായം നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. മരണത്തിലേക്ക് സിദ്ധാർത്ഥനെ നയിച്ചു. അത് അത്തരത്തിലുള്ള ഒരു നടപടിയാണ് ഈ 19 പ്രതികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നും ഈ അന്തിമ റിപ്പോർട്ടിൽ CBI എടുത്തു ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഈ നേരത്തെ സിദ്ധാർത്ഥനെതിരെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്ന വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറി എന്നുള്ളതാണ്. ഇക്കാര്യം ചോദ്യം ചെയ്യുന്നതിനിടെ പ്രതികൾ സിദ്ധാർത്ഥന്റെ അടിവസ്ത്രം അഴിച്ചു മാറ്റിയെന്നും ഈ അന്തിമ റിപ്പോർട്ടിൽ CBI എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ അപമാനവും ശാരീരിക ആക്രമണവും സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് നയിക്കുകയായിരുന്നു. എന്നിരുന്നാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം അക്കാര്യത്തിൽ കൂടുതൽ വിശദമായിട്ടുള്ള പരിശോധനകൾ ആവശ്യമാണ് എന്നുള്ളതാണ് CBI ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹി എയിംസിലേക്ക് ഈ വിവരങ്ങളും വിശദാംശങ്ങളും മറ്റ് ദൃശ്യങ്ങളും അടക്കം അയച്ചിരിക്കുന്നത്. അതിന്റെ വിദഗ്ധ അഭിപ്രായം സംബന്ധിച്ച റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ CBI അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നിലപാടിലേക്ക് കടക്കുക. എന്തായാലും നിലവിൽ ഹൈക്കോടതി മുൻപാകെ ഈ പ്രാഥമിക കുറ്റപത്രം കഴിഞ്ഞ ദിവസമാണ് CBI അന്വേഷണ സംഘം സമർപ്പിച്ചത്. ഇത് കോടതി പരിശോധിച്ച ശേഷമായിരിക്കും ഈ പ്രതികളുടെ ജാമ്യ ഹർജികൾ അനുവദിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും തീരുമാനം ഉണ്ടാകൂ. ലക്ഷ്മി, ശരി. രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.